മരണവീട്ടിൽ കത്തിച്ച വിളക്ക് പെൺമക്കളില്ലാത്തത് കൊണ്ട് ദഹിപ്പിച്ചതിന് ശേഷം അണയ്ക്കേണ്ടതുണ്ടോ? ഈ പെൺകുട്ടികളില്ലാത്തതെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ? പെൺമക്കളില്ലാത്തത് കൊണ്ട് എന്താ അവിടെ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും എന്താ വിശേഷം? ശ്മശാനാദി കർമ്മങ്ങൾ, അനന്തരമുള്ള പിണ്ടദാനാദി ക്രിയകൾ, അനന്തരമുള്ള ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യാൻ ആണിനും പെണ്ണിനും ഒരുപോലെ അധികാരമുണ്ട്. അഗ്നിക്രിയ ചിത കൊളുത്താനും അതിനനുസരിച്ചുള്ള മറ്റ് ശ്മശാന കർമ്മങ്ങൾ ചെയ്യാനും ആണിന് അധികാരമുണ്ടെങ്കിൽ പെണ്ണിനും അധികാരമുണ്ട്. ഇല്ലെങ്കിൽ സംസ്കൃതത്തിൽ പുത്രി എന്നുള്ള ശബ്ദം ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. പുത്രഹ എന്നുള്ള ശബ്ദത്തിന് തുല്യമായി സ്ത്രീലിംഗത്തിൽ പുത്രി എന്നുള്ളത് കൊണ്ട് ആണിനും പെണ്ണിനും തുല്യ അധികാരമാണ് ഈ വിഷയത്തിൽ നമ്മുടെ ആചാര്യന്മാർ കൽപ്പിച്ചതെന്ന് മനസ്സിലാക്കാം. ദഹിപ്പിച്ചതിന് ശേഷം അണയ്ക്കേണ്ടതുണ്ടോ? വീട്ടിൽ കത്തിച്ച വിളക്ക് ആശൗചം പൂർത്തിയാവുന്നത് വരെ അണയ്ക്കാറ് പതിവില്ല. അതുകൊണ്ടാണ് ഈ മരണം നടന്ന ഗൃഹങ്ങളിൽ വിളക്ക് കത്തിക്കുന്നില്ല എന്ന് പറയുന്നത്. കാരണം കത്തിക്കണമെങ്കിൽ കെടുത്തണ്ടേ? കെടുത്താറില്ല, കെടുത്തരുത്. അത് ആശൗചം പൂർത്തിയാവുന്നത് വരെ ജ്വലിപ്പിച്ചിരിക്കുക ചെയ്യുക, അങ്ങനെയാണ് വേണ്ടത്. അവിടെയാണ് പെണ്ണ് വ്യത്യാസമൊന്നും ഇല്ല. എന്താ ഈ ചോദ്യം എങ്ങനെയാ വന്നു എന്നറിയില്ല. എന്തായാലും ഈ വിഷയത്തിൽ സ്ത്രീ പുരുഷാദി ഭേദകൽപ്പനകൾ ആവശ്യമില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയട്ടെ.